ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഗ്രാനൈറ്റും കൊണ്ട് ഞങ്ങൾ തിരുവല്ല തിരുവല്ലയ്ക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പത്തനംതിട്ട എത്തി. എന്നുള്ളത് മനോരമയുടെ ഓഫീസാണ് കാണുന്നത് കേട്ടോ. ഓഫീസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അപ്പുറത്തെ അങ്ങോട്ട് പോകുന്ന വൺ വേ ആണ്, റിംഗ് റോഡാണ്. അതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ അവിടെ വലിയൊരു ബിൽഡിങ്, നല്ല പുതിയതായിട്ട് ബിൽഡിങ് പണിയാണേ. അവിടെ എന്താ പരിപാടി എന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂടാ. പരിപാടികളൊന്നും തുടങ്ങിയിട്ടില്ല. ബമ്പം ബിൽഡിംഗ് ആണ്. എന്ത് രസമാണെന്നറിയാം. അത് കാണാൻ തന്നെ, ബിൽഡിങ് കാണാൻ തന്നെ അടിപൊളി രസം. നല്ല ഏരിയയിൽ അവിടുത്തെ ഞങ്ങൾ നേരെ പത്തനംതിട്ട സ്റ്റേഡിയത്തിൻ്റെ ഉള്ളോട്ട് പോവുകയാണ്. അതിനപ്പുറത്തൊരു പമ്പുണ്ട്. പമ്പിൽ കയറിയാൽ കുറച്ച് ഡീസലൊക്കെ അടിക്കാമെന്ന് വിചാരിച്ച് അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ആ പമ്പിലോട്ട് കയറി ഞാൻ വീഡിയോ കട്ട് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് കയറി ഡീസലൊക്കെ അടിച്ചിട്ട് വണ്ടി അവിടെ നിന്ന് തിരിച്ചു. ഭയങ്കര ബ്ലോക്ക് കേട്ടോ. ഓണത്തിൻ്റെ പരിപാടിയുടെ അവിടെ ബ്ലോക്ക് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ പുല്ലാട് ജംഗ്ഷനാണ് കാണുന്നത് കേട്ടോ. ഈ പുല്ലാട് ജംഗ്ഷനിൽ ഞങ്ങൾ സ്ട്രെയിറ്റ് നേരെ വെച്ച് പിടിച്ചു. അവിടുന്ന് നേരെ ഞങ്ങൾ തിരുവല്ല വരെ പോകണ്ട, തിരുവല്ലയ്ക്ക് തൊട്ടിപ്പുറത്താണ്. അവിടെ വരെ ചെന്നാൽ മതി. അപ്പം ഞങ്ങൾ നേരെ തിരുവല്ലയിലേക്ക് വെച്ച് വണ്ടി നല്ല സ്പീഡിലിങ്ങനെ വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചായ കുടിക്കണമെന്നൊക്കെ ചായ കുടിക്കാൻ നടന്നില്ല, സമയമൊന്നും കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ ഭായിമാരുണ്ട്, 2 ഭായിമാർ കൂടെ ഉണ്ട്. ഭായിമാർ പറഞ്ഞു ചായ കുടിക്കാൻ നമുക്ക് പോയി ഇറക്കിയിട്ട് പെട്ടെന്ന് വരാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളവിടുന്ന് നേരെ തിരുവല്ലയ്ക്ക് എത്തുന്നതിന് ഇപ്പുറത്തായിട്ട് കുമ്പനാട് എന്ന് പറഞ്ഞ ജംഗ്ഷൻ. ആ കുമ്പനാട് ജംഗ്ഷനിലേക്കാണ് ഈ കത്തിച്ച് പിടിച്ച് ഗ്രാനൈറ്റുമായിട്ട് ഞങ്ങളിങ്ങനെ പോകുന്നത് കേട്ടോ. ഞങ്ങൾ 3 പേരുണ്ട്. 3 പേരും കൂടാണ് ഈ പോകുന്നത്. ഞാനും 2 പിള്ളേർ, 2 ഹിന്ദിക്കാർ പിള്ളേർ. അപ്പോൾ നമ്മൾ കുമ്പനാട് അടുക്കാറായി വരുന്നത് കേട്ടോ. നല്ല റോഡ് സൈഡിൽ ഒരു മരം നിൽക്കുന്നുണ്ടോ. അതിന് കുറച്ച് മുമ്പ് ഞങ്ങൾ നല്ല സ്പീഡിൽ അങ്ങോട്ട് പോയപ്പോഴാണ് നോക്കിയപ്പോൾ ഫ്രണ്ടിൽ ഒരു കട്ടർ. ചവിട്ടിയില്ലെങ്കിൽ പണി കിട്ടും കേട്ടോ. ടൈൽസ് അല്ലേ, ഗ്രാനൈറ്റ് അല്ലേ, ഒടിഞ്ഞ് കയ്യിലിരിക്കും പടോന്ന് വീണ് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ ചവിട്ടി ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് വിട്ട് KSRTC നോക്കിയില്ലേ പണി കിട്ടും. ഓരോരുത്തർ മുന്നൊക്കെ വന്ന് ചാടുന്നു. ഇതെല്ലാം പരിപാടികളാണെന്നറിയാം കാണുന്നത്. പിന്നെ ഞങ്ങൾ കുമ്പനാട് ചെന്നിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് കഴിയുമ്പോൾ നല്ല അടിപൊളി ഒരു പള്ളിയാണ് കാണുന്നത് കേട്ടോ. ആ കളറൊക്കെ അടിച്ചിട്ട് എന്ത് രസമാണ് പള്ളി കാണാൻ. നോക്ക്, കണ്ടോ, എല്ലാവരും കണ്ടോ പള്ളി? നല്ല സൂപ്പറാണ് കാണാൻ. അവിടെ ഞങ്ങൾ സ്ട്രെയിറ്റ് പോയി കുമ്പനാട് കുറച്ച് മുമ്പോട്ട് പോയി. അവിടെ പള്ളി കാണുന്നത് അതിൻ്റെ ബാക്ക് കേട്ടോ, ഫ്രണ്ട്. അത് മുമ്പോട്ട് പോയിട്ട് ഗ്രാനൈറ്റ് ഞങ്ങൾ ഇറക്കുവാണ് കേട്ടോ. സൈറ്റിലെത്തി ഗ്രാനൈറ്റ് ഞങ്ങൾ 4 പേരും കൂടി. ഞാനാ വണ്ടിപ്പുറത്ത് നിൽക്കുന്നത്. വണ്ടിപ്പുറത്ത് മറ്റ് 2 പേരെ കയറ്റി കഴിഞ്ഞാൽ വണ്ടിപ്പുറത്ത് ശരിയാകത്തില്ല. അവർ വലിച്ച തള്ളിയാലൊന്നും പോകത്തില്ല. ഞാനും നീളമുള്ള പയ്യൻ രവി, അവനും ഞാനും മാത്രം പിടിച്ചാലേ വലിച്ച് ഇറങ്ങി വരത്തുള്ളൂ. ഞാനിവിടെ തള്ളിക്കൊടുത്താലേ ഇങ്ങോട്ട് വരത്തുള്ളൂ. നല്ല വെയിറ്റുള്ള ഗാലക്സിയുടെ കല്ല. ആദ്യത്തെ കല്ല് ഞാൻ പിടിച്ചിറക്കി കൊടുത്തു, അവർ കൊണ്ടുപോയി. രണ്ടാമത്തെ കല്ല് തൊട്ട് പിന്നെ ഞാനും മേളിൽ നിന്ന് താഴെ ഇറങ്ങി വേണം. കണ്ടോ, ഞാൻ വണ്ടിയിലില്ല. ആ സൈഡിൽ എൻ്റെ ഫ്രണ്ടിൽ ഇപ്പുറത്തെ സൈഡ് ഞാനും കൊണ്ട് പൊക്കി പിടിച്ച് ഞാൻ അവിടെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചു. പിന്നെ എന്നിട്ട് വണ്ടി വലിഞ്ഞ് കയറുമ്പോൾ കയറ്റം ഇറക്കും ഭയങ്കര പാട് കേട്ടോ. എന്നാലും കയ്യൊന്നും വയ്യാമെങ്കിലും ഞാനായിട്ട് വലിച്ചിറക്കുക. നല്ല രസമുണ്ട്. ചെറിയൊരു മഴയൊക്കെ ഉണ്ട്. ആ സമയത്ത് മഴ പെയ്തു ചേട്ടൻ പറഞ്ഞ് തൊപ്പി എടുത്തോണ്ട് വരട്ടെന്നും പറഞ്ഞ ചേട്ടൻ അങ്ങ് പോയി. ഞാൻ പിന്നെ ഗ്രാനൈറ്റ് പിടിച്ചുകൊണ്ട് നിന്നിട്ടും വെയിലത്തില്ലെന്ന് രവി പറഞ്ഞു. അപ്പോൾ പിന്നെ ഇറക്കാമെന്ന് പറഞ്ഞു. എന്നാൽ വലിച്ച് ഞങ്ങൾ പിന്നെ ഗ്രാനൈറ്റ് വലിച്ച് ഞാൻ വലിച്ച് നമ്മൾ തള്ളിയാലേ വരത്തുള്ളൂ, മറ്റൊരു തള്ളിയാൽ വരത്തില്ല. ഒരു വെളിയിൽ നിന്ന് പിടിച്ചാലൊന്നും വരത്തില്ല. അങ്ങനെ വലിച്ചിറക്കിയിട്ട് പിന്നെ താഴെ ഇറങ്ങി ഒരു സൈഡ് പിടിക്കണം. അങ്ങനെ നോക്കണം. ഞാൻ ആ സൈഡിൽ നിൽപ്പുണ്ട് കണ്ടോ. എൻ്റെ കാല് കാണും, തല കാണുന്നില്ലെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ചേട്ടൻ വന്ന് തൊപ്പിയൊക്കെ വെച്ചോളൂ. ചേട്ടൻ വന്ന് ചെറിയൊരു മഴച്ചാറ്റിലൊക്കെ ഉണ്ട്. ഞങ്ങൾ ഗ്രാനൈറ്റ് ഇറക്കിക്കൊണ്ടേയിരിക്കുകയാണ്. 3ാമത്തെ പീസ് ഇറക്കാൻ പോവുകയാണേ. മൊത്തം 6 പീസ് ഉണ്ടായിരുന്നു. ഭയങ്കര വെയിറ്റാണ്. അതുകൊണ്ട് ഞങ്ങൾ അത്രയും പേര് പോയത്. മഴ പെയ്തപ്പോൾ ഞാൻ മൊബൈലെടുത്ത് പോക്കറ്റ് വെച്ച്, പാൻസിൻ്റെ പോക്കറ്റ് വെച്ചു. അതിൽ വെച്ചത് മുകളിൽ നനയത്തില്ല, ആകപ്പാടെ ഒരു മൊബൈലേ ഉള്ളേ. എന്നിട്ട് അതും അടുത്ത കല്ല് വലിച്ച് ഇറക്കി. ഇതേപോലെ തന്നെ വലിച്ചിറക്കി. വരത്തില്ല. ഞാനൊന്നും പിടിക്കാതിരുന്ന് നോക്കിയതാണേ. മറ്റൊരു 2 പിടിച്ചാൽ വരുമെന്നറിയാം. വരത്തില്ല. ഞാനവിടെ തള്ളിയാൽ മാത്രമേ ഗ്രാനൈറ്റ് വരത്തുള്ളൂ. അങ്ങനെ വലിച്ച് താഴെ ഇറക്കി. എനിക്ക് ആ കയ്യേ വാക്കുള്ളൂ, ആ വേദനയുള്ള കൈ വെച്ച് തന്നെ വലിച്ച് താഴെ ഇറക്കേണ്ട. സൈഡിൽ പിടിക്കുന്നുണ്ട് ഗ്രാനൈറ്റ്. ഭയങ്കര വെയിറ്റാണ്. ഇനി ഒരു പീസുകളും കണ്ടേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ ഞങ്ങൾ അവിടുത്തെ സാധനങ്ങൾ മൊത്തം ഇറക്കി തീർന്നു. ആദ്യമേ ടൈലൊക്കെ ഉണ്ടായിരുന്നു. ടൈല് ഞങ്ങൾ കറിക്കകത്ത് കയറ്റി വെച്ചിട്ടാണ് പിന്നെ ഗ്രാനൈറ്റ് ബാഗിലോട്ട് ഇറക്കി വെക്കുക. ആ ചേട്ടനാണെങ്കിൽ ഞാൻ വേറെ പൊക്കോളാൻ പറഞ്ഞു, ഒരു പീസേ ഉള്ളൂ, ആ പീസ് കയറി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. അപ്പം പിന്നെ ആ ചേട്ടനെ പറഞ്ഞ് വിട്ടേച്ച് ആ ഒരു പീസ് കണ്ടോ, ഇവരൊക്കെ ചവിട്ടി പിടിച്ചാൽ വരത്തില്ല, അതുപോലത്തെ വെയിറ്റാണ്. ഞാനവിടെ തള്ളിയാൽ മാത്രമേ ഗ്രാനൈറ്റ് ഇങ്ങോട്ട് വരത്തുള്ളൂ. ഉണ്ടോ, ഇവനാണെങ്കിൽ വലിച്ച് താഴെ ഇടാൻ തുടങ്ങി. അതിനാ കാര്യം പറഞ്ഞ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് അത് തിരിച്ചിങ്ങ് പോരുവാണേ. തിരിച്ച് നമ്മൾ അങ്ങോട്ട് പോയ റൂട്ട് തന്നെ. തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഇരുട്ടായപ്പോൾ ലൈറ്റൊക്കെ നോക്കി എന്ത് രസമാണ് അത്. കോഴഞ്ചേരി പാലം അത് കണ്ടോ, നമ്മുടെ പമ്പയാറ് കണ്ടോ, പമ്പയാറ് കോഴഞ്ചേരി പാലം നല്ല രസമാണ്. വെട്ടമൊക്കെ അടിപൊളിയാണ്. പമ്പയാറിൻ്റെ മണ്ടയിൽ കൂടെ കടന്ന് ഇപ്പുറത്ത് വന്ന രാത്രിയിൽ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ്. കോഴഞ്ചേരി ടൗൺ ആണ് കേട്ടോ അത്. ഇന്ന് അവിടെ നിന്നൊരു പള്ളി.